ആലടി PHC അടച്ചിട്ട സംഭവത്തിൽ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി. മെഡിക്കൽ ഓഫീസർ മേരി വർഗീസിനെയും നഴ്സ് അങ്കിത ടി ജോർജിനെയും സ്ഥലം മാറ്റണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി റെസല്യൂഷൻ പാസാക്കി DMOയ്ക്ക് അയച്ചു. തിരുവോണത്തിനും തൊട്ടടുത്ത ദിവസവും ആശുപത്രി തുറക്കാത്ത നടപടി പഞ്ചായത്തിൽ അറിയിച്ചിരുന്നില്ല. ചികിത്സയ്ക്കെത്തിയ രോഗികൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് സംഭവം അധികൃതർ അറിഞ്ഞത്. തിരുവോണത്തിനും അവിട്ടത്തിനും ആലടി PHC തുറക്കാതെ അടച്ചിട്ട സംഭവത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി നടപടി ആവശ്യപ്പെട്ട് റെസല്യൂഷൻ പാസാക്കിയത്. മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മേരി, സ്റ്റാഫ് നഴ്സ് അജിത ടി ജോർജിനെയും സ്ഥലം മാറ്റണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി റെസല്യൂഷൻ പാസാക്കിയത്. ഇരുവരും ചേർന്നാണ് ആശുപത്രി അടച്ചിടാൻ നടപടി സ്വീകരിച്ചത്. ചികിത്സയ്ക്കെത്തിയ രോഗികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വിവരം അറിയുന്നത്. 2 ദിവസങ്ങളിലായി 50ഓളം പേർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടു. ഇതുവഴി പഞ്ചായത്തിന് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു. നാളുകളായി ഇരുവരെയും പറ്റി പലവിധത്തിലുള്ള പരാതിയും ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി കമ്മിറ്റി ചേർന്ന് റെസല്യൂഷൻ പാസാക്കി DMOയ്ക്ക് അയച്ചിരിക്കുന്നത്. ആലടി PHC ഓണത്തോടനുബന്ധിച്ച് 3 ദിവസം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ഡോക്ടറെയും അവിടുത്തെ ഹെഡ് നേഴ്സ് അജിതയെയും മാറ്റുന്നതിന് വേണ്ടിയിട്ടും ആശുപത്രിയുടെ പ്രവർത്തന സുഗമമായി നടപ്പിലാക്കുന്നതിനും ഭരണസമിതി എന്ന നിലയ്ക്ക് എടുക്കേണ്ടതായ കാര്യങ്ങളെല്ലാം എടുക്കുന്നതിനും ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് അടക്കം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചിട്ടപ്പോൾ ഇവരും നമ്മൾ പഞ്ചായത്തിനെ അറിയിച്ചിരുന്നില്ല. അവിടെ വന്നിരുന്ന പൊതുജനങ്ങൾ ഡോക്ടറെയും ഹോസ്പിറ്റലും തുറക്കാത്തത് കൊണ്ടാണ് നമ്മളെ വിളിച്ച് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ തുറക്കാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഹോസ്പിറ്റൽ അടച്ചിട്ടിരിക്കുന്ന വിവരം പഞ്ചായത്ത് അറിയുന്നത്. തീരുമാനം DMOയ്ക്ക് ഇന്നലെ തന്നെ മെയിൽ ചെയ്തു. ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ഇവർ തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവരുടെ പ്രവർത്തനം മൂലം ആദിവാസികൾ ഉൾപ്പെടെയാണ് ദുരിതത്തിലായിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ഇരുവരെയും മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത്. പ്രശ്നത്തിൽ DMO ആശുപത്രിയിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് പഞ്ചായത്ത് ഭരണസമിതി റെസല്യൂഷൻ പാസാക്കി അയച്ചിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.